Namaskaram. The most dangerous prison has no walls. It's built by fear, self-doubt, limiting beliefs. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജയിലിന് മതിലുകളില്ല. അത് നിങ്ങളുടെ മനസ്സാണ്. പേടി മൂലം നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ മൂലം പരിമിതമായ വിശ്വാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നിങ്ങളുടെ ജയിൽ മറ്റു പലരും മനസ്സിലാക്കില്ല നിങ്ങളൊരു ജയിലിനുള്ളിലാണ് എന്ന്. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഒരിക്കലും അത് മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജയിലിനുള്ളിൽ നിങ്ങൾ നിങ്ങളെ തളച്ചിട്ടിരിക്കുകയാണെന്ന്. നിങ്ങളുടെ അന്ധമായ ചില വിശ്വാസങ്ങൾ, നിങ്ങൾ ചെറുപ്പം മുതൽ കേട്ടുവന്ന ചില വാക്കുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ആനയെ ഒരു കയറിൽ, ചെറിയ കയറിൽ കെട്ടിയിട്ടു. അത് പല പ്രാവശ്യം നോക്കിയിട്ടും അതിന് ആ കയർ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ഇനി എത്ര വലുതായാലും അതന്നെ ആ കയർ പൊട്ടിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ വിശ്വാസം, ബാല്യം മുതലുള്ള അതിൻ്റെ വിശ്വാസം ആ കയർ പൊട്ടിക്കാൻ തനിക്ക് കഴിവില്ല എന്നാണ്. ഒരു കുട്ടി ഒരു പരീക്ഷയിൽ തോക്കുന്നു, അടുത്ത പ്രാവശ്യം തോറ്റാൽ അവൻ കരുതും അവനെന്നും തോറ്റുകൊണ്ടേയിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒന്ന് തിരിഞ്ഞു നോക്കി. നമ്മളും ഇതുപോലല്ലേ, പലതും ചെയ്യാൻ പോകുമ്പോൾ ഭയം. നമ്മളുടെ പരിമിതമായ, അല്ലെങ്കിൽ നമ്മൾ പരിമിതപ്പെടുത്തുന്ന നമ്മുടെ തെറ്റായ ചില വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ നിങ്ങളെ ഒരു തടവറയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ്. മറ്റ് തടവറയ്ക്ക് അവിടെ ഭിത്തികളുണ്ട്, മതിലുകളുണ്ട്. നിങ്ങളുടെ തടവറയ്ക്ക് മതിലുകളില്ല. എന്നാൽ നിങ്ങൾ അതിനേക്കാൾ നിങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ, തെറ്റിദ്ധാരണകൾ, നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ, ഇവയൊക്കെ കൊണ്ട് നിങ്ങൾ ആ തടവറയെ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ തടവറയാക്കി മാറ്റി. അത് നിങ്ങളുടെ മനസ്സാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ സ്വയം ചോദിക്കുക, ഏതൊക്കെ വിശ്വാസങ്ങൾ, ഏതൊക്കെ തെറ്റായ വിശ്വാസങ്ങൾ, അല്ലെ എന്തൊക്കെയാണ് എൻ്റെ പരിമിതികൾ, ഞാൻ ഇവയൊക്കെ വെച്ച് എങ്ങനെ മുന്നോട്ട് പോകണം. നിങ്ങളത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾ ശ്രമിക്കുക. ഇതൊരു തെറ്റായ വിശ്വാസമാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അത് മാറ്റിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങിപ്പോകരുത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പടിപ്പടിയായി നിങ്ങളെ ആ ജയിലിൽ നിന്നും പുറത്തു കടത്താൻ പറ്റും. ആ ജയിലിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ മനസ്സിലെ തെറ്റായ, ഏറ്റവും അപകടകരമായ ആ തടവറയിൽ നിന്നും നിങ്ങൾ പുറത്തു വന്ന് ജീവിതത്തിൽ വിജയങ്ങൾ നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.